നമസ്കാരം, ബിഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഖത്തറിൽ നിന്ന് കെനിയയിലേക്ക് വിനോദയാത്രയ്ക്ക് പോയ ഇന്ത്യൻ സംഘം സഞ്ചരിച്ച ബസ് മറിഞ്ഞു. മരിച്ചവരിൽ 5 മലയാളികൾ. പാലക്കാട് മണ്ണൂർ സ്വദേശി റിയ ആൻ, 7 വയസ്സുള്ള മകൾ ടൈറ, മൂവാറ്റുപുഴ സ്വദേശി ജസ്നയുടെ 1.5 വയസ്സുള്ള മകൾ റൂഹി മെഹറിൻ, മാവേലിക്കര സ്വദേശി ഗീത ഷോജി ഐസക് എന്നിവരാണ് മരിച്ച മലയാളികൾ. അപകടത്തിൽ 6 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. മരിച്ച 6ാമത്തെ ആളെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ശക്തമായ മഴയിൽ ബസിന്റെ നിയന്ത്രണം നഷ്ടമായി പലവട്ടം മറിയുകയും മരത്തിലിടിച്ച് താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ നെയ്റോബിയിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. കർണാടക, ഗോവ സ്വദേശികളും ഉൾപ്പെട്ട സംഘം ഇന്നലെ ഖത്തറിലേക്ക് മടങ്ങാനിരിക്കുകയായിരുന്നു അപകടം. അഴീക്കലിനു സമീപം അറബിക്കടലിലെ വാൻഹായ് കപ്പലിൽ തീ കെടുത്താനുള്ള ശ്രമം തുടരുന്നു. അഗ്നിരക്ഷാ പ്രവർത്തനങ്ങളെ വിഫലമാക്കി തീ എല്ലാ ഭാഗത്തേക്കും വ്യാപിച്ചു കഴിഞ്ഞു. അതിശക്തമായ ചൂടും തീ പിടിച്ച് പൊട്ടിത്തെറിക്കുന്ന കണ്ടെയ്നറുകളും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി. രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ കപ്പലുകൾ എത്തിച്ചിട്ടുണ്ട്. കപ്പലിന്റെ പിന്നിലെ ബങ്കർ ടാങ്കുകളിൽ ഇന്ധനത്തിന് തീ പിടിച്ചിട്ടുണ്ട് എന്ന് ആശങ്കയുണ്ട്. ബങ്കർ ടാങ്കുകളിൽ തീ പടർന്നാൽ കെടുത്തുക എളുപ്പമുള്ള കാര്യമല്ല. കപ്പലിലെ 157 കണ്ടെയ്നറുകളിലായി ഗുരുതര മലിനീകരണ ഭീഷണി ഉയർത്തുന്ന രാസവസ്തുക്കൾ, കീടനാശിനികൾ, സ്ഫോടക വസ്തുക്കളും ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസം തന്നെ സ്ഥിരീകരിച്ചിരുന്നു. കരയിലേക്ക് ഒഴുകുന്ന കണ്ടെയ്നറുകൾ ഈ ഗണത്തിൽ പെട്ടതാണോ എന്നും വ്യക്തമല്ല. സംസ്ഥാന ദുരന്ത നിവാരണ വിഭാഗം തീരവാസികൾക്കും സന്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ രാജ്യത്ത് കോവിഡ് ബാധിച്ച് 6 പേർ മരിച്ചു. രോഗികളുടെ എണ്ണം 7000 കടന്നു. കേരളത്തിലാണ് ഒറ്റ ദിവസം ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. കേരളത്തിൽ 3 കോവിഡ് മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തു. COVID-19 ബാധിച്ച് 87 വയസ്സുള്ള ഒരു സ്ത്രീയും മറ്റു രോഗങ്ങൾ ഉണ്ടായിരുന്ന 2 പുരുഷന്മാരുമാണ് മരിച്ചത്. രാജ്യത്ത് COVID-19 കേസുകൾ വ്യാപിച്ചതിനാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കുന്ന മന്ത്രിമാർക്ക് RT-PCR പരിശോധന നിർബന്ധമാക്കി. ഇന്ന് വൈകുന്നേരം പ്രധാനമന്ത്രി മോദിയെ അദ്ദേഹത്തിന്റെ വസതിയിൽ കാണാൻ പോകുന്ന ഡൽഹി മുഖ്യമന്ത്രി, 7 MP-മാർ, MLA-മാർ എന്നിവരുൾപ്പെടെ ഡൽഹിയിൽ നിന്നുള്ള 70ഓളം BJP പ്രവർത്തകർ RT-PCR പരിശോധനയ്ക്ക് വിധേയരാകുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു. ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJP നേടിയ വിജയത്തിന് പിന്നാലെ പ്രധാനമന്ത്രി മോദി എല്ലാ സംസ്ഥാന പാർട്ടി നേതാക്കളെയും വൈകുന്നേരം അത്താഴ വിരുന്നിന് ക്ഷണിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ ആഴ്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കുറിച്ചുള്ള തന്റെ ചില പോസ്റ്റുകളിൽ ഇലോൺ മസ്ക് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഖേദം പ്രകടിപ്പിച്ചു. ടെസ്ല, സ്പേസ് എക്സ് CEO എലോൺ മസ്ക് തന്റെ സർക്കാർ ഉപദേശക സ്ഥാനത്ത് നിന്ന് പിന്മാറുകയും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നിർദ്ദിഷ്ട പുതിയ നികുതി ബില്ലിനെ വിമർശിക്കുകയും ചെയ്തതിനെ തുടർന്ന് എലോൺ മസ്ക് ഡൊണാൾഡ് ട്രംപ് പരസ്യമായി തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. കഴിഞ്ഞ ആഴ്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കുറിച്ചുള്ള എന്റെ ചില പോസ്റ്റുകളിൽ ഞാൻ ഖേദിക്കുന്നു, അവ അതിരു കടന്നു എന്നായിരുന്നു പോസ്റ്റ്. അതേസമയം NBC ന്യൂസിനോട് സംസാരിക്കവേ റിപ്പബ്ലിക്കൻ നിയമസഭാ അംഗങ്ങൾക്കെതിരെ പ്രാഥമിക മത്സരാർത്ഥികൾക്ക് ധനസഹായം നൽകുന്നതിൽ മസ്ക് മുന്നോട്ടു പോയാൽ വളരെ ഗുരുതരമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നും ട്രംപിന് മുന്നറിയിപ്പ് നൽകി. ഓസ്ട്രിയയിലെ ഗ്രാസ് നഗരത്തിലെ സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി ക്ലാസ് മുറികളിൽ കയറി വിദ്യാർത്ഥികളെയും അധ്യാപകരും ഉൾപ്പെടെ 9 പേരെ വെടിവെച്ചു കൊന്നു. അക്രമിയും മരിച്ചു. അധ്യാപകരും കുട്ടികളും അടക്കം 30 പേര് പരിക്കേറ്റ് ആശുപത്രിയിലാണ്. നഗരത്തിലെ ബോർഗ് ഹൈസ്കൂളിൽ രാവിലെ 10 മണിക്കാണ് സംഭവം. 22 വയസ്സുകാരനായ മുൻ വിദ്യാർത്ഥി 2 ക്ലാസ് മുറികളിലാണ് വെടിവെയ്പ് നടത്തിയത്. ലൈസൻസുള്ള 2 തോക്കുകളുമായി വന്ന അക്രമി ഒറ്റയ്ക്കാണ് കൃത്യം നടത്തിയെന്ന് പോലീസ് പറഞ്ഞു. അക്രമിയുടെ മൃതദേഹം ശുചിമുറിയിലാണ് കണ്ടെത്തിയത്. യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ആയുധം കൈവശം വയ്ക്കുന്നവർ ഓസ്ട്രിയക്കാരാണ്. 130 പേർക്ക് തോക്കുകളുണ്ട്. ഒട്ടേറെ കൂട്ടക്കൊലകളാണ് വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിൽ നടന്നിട്ടുള്ളത്. സ്കൂളുകളിലെ വെടിവയ്പ് സംഭവത്തെ തുടർന്ന് പല യൂറോപ്യൻ രാജ്യങ്ങളും തോക്കുനയം പുനഃപരിശോധിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ കേരളത്തിൽ മോഷണം. ആരാധനാലയങ്ങളിലും കടകളിലും മോഷണം നടത്തിവന്ന മധുര സ്വദേശി ശരവണ പാണ്ഡ്യയെ പെരുന്താവനം പോലീസ് തമിഴ്നാട്ടിലെ ഉത്തമപാളയത്തിൽ നിന്നും പിടികൂടി.
തമിഴ്നാട്ടിൽ ഇയാൾ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. വക്കീൽ വേഷത്തിൽ നടക്കുന്നതായിരുന്നു ഇതിന് കാരണം. പോലീസ് പിടികൂടുമ്പോഴും ഇയാൾ വക്കീൽ വേഷത്തിലായിരുന്നു. മധുരയിലെ വിവിധ ഇടങ്ങളിൽ അഭിഭാഷകൻ എന്ന നിലയിൽ ഇയാൾ 100-ലേറെ കേസുകൾ ഒത്തുതീർപ്പുണ്ടാക്കിയെന്നും പോലീസ് പറഞ്ഞു. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ശ്രീകോവിൽ കുത്തിത്തുടന്ന് വിഗ്രഹത്തിലെ താലി ഉൾപ്പെടെ 10,000 രൂപയുടെ സ്വർണവും കാണിക്കാവഞ്ചിയിൽ നിന്ന് 40,000 രൂപയും മോഷ്ടിച്ച കേസിലാണ് ഇപ്പോഴത്തെ അറസ്റ്റ്. കട കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയത് മുണ്ടക്കയം, കാഞ്ഞിരപ്പള്ളി, പാല, പൊൻകുന്നം പോലീസ് സ്റ്റേഷനിൽ 14 കേസുകളാണ് ഇയാളുടെ പേരിലുള്ളത്. നടൻ ജി കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ ആഭരണക്കടയിൽ നിന്ന് വനിതാ ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് QR കോഡ് വഴി 66 ലക്ഷം രൂപ വന്നതായി പോലീസ് കണ്ടെത്തി. 3 ജീവനക്കാരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചതിൽ നിന്ന് 66 ലക്ഷം രൂപ ഇവരുടെ അക്കൗണ്ടിലേക്ക് എത്തിയതായി കണ്ടെത്തി. ഇത് സംബന്ധിച്ച് മൊഴി എടുക്കുന്നതിനായി പോലീസ് തിങ്കളാഴ്ച രാത്രി ഇവരുടെ വീടുകളിൽ എത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിലും ഇവർ സ്ഥലത്തില്ലായിരുന്നു. 66 ലക്ഷം രൂപ ഇവരുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടെങ്കിലും ഇവർ പണം ചെലവാക്കിയത് എങ്ങനെയെന്ന് കണ്ടെത്തിയിട്ടില്ല. നികുതി വെട്ടിക്കുന്നതിനായി ദിയ പറഞ്ഞിട്ടാണ് പണം തങ്ങളുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയത് എന്നാണ് ജീവനക്കാരുടെ മൊഴി. പലപ്പോഴും ജീവനക്കാർ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിച്ചതായും ബന്ധുക്കളുടെ അക്കൗണ്ട് വഴി പണം നൽകിയതായും പോലീസിന്റെ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ദിയ കൃഷ്ണയുടെ ഓഡിറ്ററോടും സ്റ്റേഷനിൽ എത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നികുതി അടച്ചതിന്റെ വിവരങ്ങളാണ് തേടുന്നത്. നികുതി അടച്ചതിന്റെ രേഖകൾ കോടതിയിൽ ഹാജരാക്കുമെന്നും ദിയയും കൃഷ്ണകുമാറും പ്രതികരിച്ചു. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്ത് എത്താൻ ലക്ഷ്യമിട്ട ഇന്ത്യൻ പൗരൻ ശുഭാൻഷു ശുക്ലയ്ക്ക് ലക്ഷ്യത്തിൽ എത്താൻ വീണ്ടും കാത്തിരിക്കേണ്ടി വരും. ആക്സിയം 4 വിക്ഷേപണം ഇന്നില്ല. ജൂൺ 11 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് വിക്ഷേപിക്കാൻ നിശ്ചയിച്ചിരുന്ന ആക്സിയം 4 ദൗത്യത്തിന്റെ വിക്ഷേപണം വീണ്ടും മാറ്റിവെച്ചു. 3 തവണ മാറ്റിവെച്ച യാത്രയാണിത്. പരിശോധനകളിൽ ദ്രാവക ഓക്സിജൻ ചോർച്ച കണ്ടെത്തിയതിനെ തുടർന്നാണ് കാലതാമസം. പരിശോധനകൾ തുടരുന്നുവെന്നും വിക്ഷേപണ തീയതി പിന്നീട് അറിയിക്കുമെന്നും സ്പേസ് എക്സ് അറിയിച്ചു. ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി, മഴ വീണ്ടും ശക്തമാകുന്നു. കാലവർഷം വീണ്ടും സജീവമാകുന്നതോടെ സംസ്ഥാനത്ത് മഴ ശക്തമാകും. വരുന്ന 7 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിന് മുകളിൽ പടിഞ്ഞാറൻ, വടക്കു പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകും. 14 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല. മഴ മുന്നറിയിപ്പിനെ തുടർന്ന് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 30 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും മറ്റെല്ലാ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. നാളെ മുതൽ മഴ കൂടുതൽ ശക്തമാകുമെന്നും കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു. ജൂനിയർ ആർട്ടിസ്റ്റിന്റെ മൊഴിമാറ്റം. ജയസൂര്യയ്ക്കും ബാലചന്ദ്ര മേനോനുമെതിരെ തെളിവില്ലെന്ന് പോലീസ്. സെക്രട്ടേറിയറ്റിലെ ശുചിമുറിയിലേക്ക് പോകുമ്പോൾ ജയസൂര്യ അപമര്യാദയായി പെരുമാറിയെന്നായിരുന്നു പരാതി. പരാതിയിൽ പറയുന്ന ദിവസം സെക്രട്ടേറിയറ്റ് വളപ്പിൽ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ടെങ്കിലും ഓഫീസിലോ മുകളിലോ കയറാൻ അനുമതി നൽകിയിട്ടില്ല എന്ന് സർക്കാർ രേഖകളിൽ വ്യക്തമാണ്. ഇതേ സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ പഞ്ചിയൂർ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തി അപമാനിച്ചു എന്നാണ് ബാലചന്ദ്ര മേനോനെതിരായ പരാതി. എന്നാൽ പരാതിക്കാരി അവിടെ വന്നതിന് തെളിവില്ല. ഉപദ്രവത്തിൽ സാക്ഷിയെന്ന് പറഞ്ഞ ജൂനിയർ ആർട്ടിസ്റ്റ് മൊഴി മാറ്റിയതും കേസിന് തിരിച്ചടിയായി.